ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഹസ്ബൻഡ് 7 ഡേയ്സ് ഹോട്ടലിൽ നിന്നാണ് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പം ഇടിയപ്പം കടലക്കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയും കൂടെയാണ് കടലക്കറി. അപ്പോൾ കുറച്ച് നാളായി പ്രഷർ കുക്കർ ചീത്തയായത് കാരണം എനിക്ക് കടലക്കറി വെക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിനെ പറഞ്ഞപ്പോൾ എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഞാൻ ഇത് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. കടലക്കറി എനിക്കിഷ്ടപ്പെട്ടു. വല്ലപ്പോഴും ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ പുറത്ത് പോകാറില്ല. മക്കൾ വരുമ്പോൾ വല്ലപ്പോഴൊക്കെ ഹോട്ടൽ ഫുഡൊക്കെ ഞാനിത് ഫുള്ളും കഴിച്ചിട്ടുണ്ട്. സാധാരണ 2 ഇടിയപ്പമാണ് കഴിക്കാറുള്ളത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുറേ നാളായി ഇങ്ങനെ ഒരു ഫുഡ് കഴിച്ചിട്ട്. ഇടിയപ്പം എൻ്റെ ഫേവറേറ്റാണ്. കടലക്കറി കുറേ നാളായി കടലക്കറി കഴിച്ചിട്ട്. അപ്പം എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. സൂപ്പറായിട്ട് ഞാൻ ഈ 3 ഇടിയപ്പവും കഴിച്ചു. വയറ് നിറഞ്ഞു. എനിക്ക് സന്തോഷമായി കേട്ടോ. ഹസ്ബൻഡിന് പ്രത്യേക താങ്ക്സ്. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും അവർ വാങ്ങിക്കൊണ്ട് തരാറുണ്ട്. ഒന്നും വാങ്ങി തരാറില്ല. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഫുഡ് വാങ്ങിക്കൊണ്ട് വരാറുണ്ട്. ഇവിടെ മക്കളാരും ഇല്ലാത്തത് കൊണ്ട് അധികം ബുദ്ധിമുട്ടിക്കില്ല. പെട്ടെന്ന് തന്നെ വാങ്ങിക്കൊണ്ട് വരാറുണ്ട് പതിവ്. കാരണം എൻ്റെ മോളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ സാധാരണ ഞാൻ ഇടിയപ്പം അവളെ ഫേവറേറ്റാണിത്. അപ്പോൾ അങ്ങനെ സ്ഥിരം ഉണ്ടാക്കാറായിരുന്നേ. ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് അതൊന്നും ഞാൻ ബുദ്ധിമുട്ടാറില്ല, ഉണ്ടാക്കാറില്ല. മോനാണെങ്കിൽ നോൺ വെജാണ് കൂടുതൽ ഇഷ്ടം. ഉള്ളപ്പോൾ പുറത്തുനിന്നാണ് ഫുഡ് വാങ്ങിക്കൊണ്ട് വരാറുള്ളത്. പിന്നെ അവനിഷ്ടമുള്ളത് അവൻ സെർവ് ചെയ്ത് കഴിക്കും. അങ്ങനെ ഇന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം വളരെ സന്തോഷമായിട്ട് ഈ ഒരു ഫുഡ് കഴിക്കാൻ പറ്റിയതിൽ താങ്ക്സ് ദൈവത്തോടും